5ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന യൂണിറ്റിലെ വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർദാംഗം എന്നീ 3 പാഠങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന പാഠഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന ഫലിത കഥ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? ഉത്തരം നമ്പൂതിരി ഫലിതത്തിൽ പെടുന്നതാണ് ഈ കഥ. മറ്റ് സമാന ഫലിതകഥാ വിഭാഗങ്ങളുടെ പേരെഴുതുക. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ഫലിതം അല്ലെങ്കിൽ തുള്ളൽ ഫലിതങ്ങൾ, ഹോജ കഥകൾ, രാഷ്ട്രീയ ഫലിതങ്ങൾ, ബഷീർ ഫലിതങ്ങൾ, ബീർബൽ ഫലിതങ്ങൾ, സർദാർജി ഫലിതങ്ങൾ, ധർമ്മകഥകൾ, വാട്സാപ്പ് ഫലിതങ്ങൾ. വായുവില്ലാത്ത ലോകം എന്ന ഒരു പാഠമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതാഭാഗമാണ്. അതിന്റെ സന്ദർഭവും ആശയവും ഒക്കെ നോക്കാം. കേരളത്തിലെ ക്ഷേത്രകലാരൂപമായ തുള്ളലിന്റെ മറ്റൊരു വിഭാഗമാണ് ശീതങ്കൻ തുള്ളൽ. ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്ന 3 വിധം തുള്ളലുകളിൽ ഒന്നാണിത്. വേഗത്തിൽ പാടേണ്ടത് ഓട്ടൻതുള്ളലിനാണെങ്കിൽ ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ച് വേണം പാടാൻ. പതിഞ്ഞ രീതിയിൽ പാടേണ്ടതാണ് പറയൻ തുള്ളൽ. ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരാണ് ഇത് രചിച്ചത്. വായു ഇല്ലാതാകുമ്പോഴാണ് നാം വായുവിന്റെ വില അറിയുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന പഴഞ്ചൊല്ല് ഓർമ്മിക്കാം. വായുവില്ലാത്ത ജീവിതത്തെ നമ്പ്യാർ ഭാവനാപൂർണമായി ചിത്രീകരിച്ചിരിക്കുന്നു. കവി വാക്കുകൊണ്ട് വരച്ച ഈ ചിത്രം നമുക്ക് ചുറ്റുമുള്ള വായുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വായനക്കാർക്ക് പ്രേരണ നൽകുന്നു. മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ വായു ഇല്ലാതെയായാൽ ദുഃഖമാണ് മനുഷ്യരിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ കഷ്ടകാലത്തിൽ നിന്നും ചിരി ഉണ്ടാക്കുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ കഴിവാണ്. ഏത് വിഷമ അവസ്ഥയെയും നർമ്മബോധത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കുകയാണ് ഈ പാഠത്തിലൂടെ നാം ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഈ പാഠം പഠിക്കുന്നതുകൊണ്ട് ഉണ്ടാകേണ്ട ഗുണം. വായുവില്ലാത്ത ലോകം എന്ന കവിത ഒന്ന് വായിക്കാം. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം ശീതങ്കൻ തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിലെ ചില വരികളും ചില വാക്കുകളും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. പേജ് 26 ഒരൊറ്റ നിമിഷം എന്ന പ്രവർത്തനം നോക്കാം. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായുസഞ്ചാരം നിലച്ചു. വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലരായി തീർന്നു. ഇതിന്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ. എന്തെല്ലാമാണവ? മനുഷ്യൻ മരപ്പാവകൾ പോലെ അനക്കമില്ലാതെ നിൽക്കുന്നു. ചോറുണ്ണുന്നവൻ കയ്യിൽ ഉരുളയുമായി വായും തുറന്ന് ഇരിക്കുന്നു. മുണ്ടുടുക്കാനായി തുടങ്ങിയവൻ 2 കൈകൊണ്ടും മുണ്ട് ഞൊറിഞ്ഞു പിടിച്ചു നിൽക്കുന്നു. തണ്ടെടുത്ത് ഓടിയവൻ ഒരു കുണ്ടിൽ മറിഞ്ഞു വീണ് കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിയവർ അങ്ങനെ തന്നെ കിടക്കുന്നു. കുളിക്കാനായി എണ്ണ തേച്ചവർ അങ്ങനെ ഇരിക്കുന്നു. കഞ്ഞി കുടിക്കാൻ തുടങ്ങിയവർ അനക്കമില്ലാതെ അങ്ങനെ ഇരിക്കുന്നു. പാട്ട് പാടുന്നവർ കയ്യും ചെവിക്കൽ വച്ച് വായും പിളർന്ന് നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ മദ്ദളം ഇട്ടുകൊണ്ട് നിൽക്കുന്നു. കുഴൽക്കാർ അനങ്ങാതെ നിൽക്കുന്നു. ബാക്കി നോക്കാം. ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ? ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ, തോട്ടിൽ മീൻ പിടിക്കുന്നവർ, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും, അങ്ങനെ പുതിയ കുറെ കാഴ്ചകൾ ഉണ്ടാവില്ലേ? ബൈക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ വായു ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നിൽക്കുന്ന ആ ഒരു രംഗം വിവരിച്ച് എഴുതുക എന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വായുവില്ലാതെയായാൽ ഇങ്ങനെ അനക്കമില്ലാതെ നിൽക്കാൻ കഴിയുകയില്ല. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ വായുവില്ലാതെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും മറിഞ്ഞു വീണ് മരിച്ചു പോകും. നേരെ നിൽക്കാനുള്ള കഴിവില്ലാതെയായി പോകും. വായുവില്ലാത്തത് കൊണ്ട് നമുക്ക് സംസാരിക്കാനോ ഒച്ചയോ ഒന്നും കേൾക്കാൻ സാധിക്കുകയില്ല. അടുത്ത ചോദ്യം നോക്കാം. അക്ഷരക്കിലുക്കം. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങും മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു. കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു കണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു. അവിടെ ഉണ്ടിരിക്കുന്നവൻ മിണ്ടാതിരുന്നാനുരുളയും, കണ്ടിരിക്കുന്നവൻ തണ്ടികപ്പാവ, അതിന്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. വരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ്? പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതുക. അടിയിൽ വരയിട്ടിരിക്കുന്നതിന്റെ പ്രത്യേകത അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതും വാക്കുകൾ ആവർത്തിച്ചു വരുന്നതും താളവും ഈണവും ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ പരിചയപ്പെടാം. അവിടെ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കൃതിയിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റോരാലസൽ ഗ്രാമഭംഗി. ഇതേപോലെയുള്ള ഏതാനും വരികള് ശേഖരിക്കാനാണ് പറയുന്നത്. ഇവിടെ മലരണി രാ എന്ന് ആവർത്തിച്ച് വരുന്നുണ്ട്. രാ റാ ഇറ്റ ഇതൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി കവർന്നു മിന്നി
ഇതൊക്കെ ആവർത്തിച്ച് വരികയാണ്. ഇങ്ങനെ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന കുറച്ച് വരികളെ ശേഖരിക്കാനാണ് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വരികൾ നോക്കാം. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. അവിടെ ആവർത്തിച്ച് വരുന്ന ഇണ്ട എന്ന അക്ഷരം വരുന്നുണ്ട്, അതുപോലെ ല എന്ന അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്. ഇനി കുഞ്ഞുണ്ണി മാഷ എഴുതിയ കുറച്ച് വരികൾ നോക്കാം. കാക്കപാറി വന്നു പാറമേലിരുന്നു, കാക്കപാറി പോയി പാറ ബാക്കിയായി, പൂച്ച നല്ല പൂച്ച പാലു വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നത് കൊണ്ട് അത് ഒരു ഈണവും താളവും ഉണ്ടാക്കാൻ സഹായിച്ചു. ഇനി ചെറുശ്ശേരിയുടെ ഒരു വരികൾ നോക്കാം. വാരുറ്റ കാന്തി കാലർന്നൊരു വാരിജം ഓരോന്നേ മങ്ങി മായങ്ങിതപ്പോൾ, കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും മങ്ങുമല്ലോ. ഇവിടെ കൃഷ്ണഗാഥയിലെ ഹേമന്തവർണ്ണനത്തിലുള്ള മനോഹരമായ ഒരു വരികളാണ്. അവിടെ ആ ഇന്ത എന്നുള്ള അക്ഷരവും കായും ചേർത്ത് അതൊരു പ്രത്യേക ഒഴുക്കോടുകൂടി നമുക്ക് ചൊല്ലാൻ സാധിക്കും. 27ാമത്തെ പേജിലെ ചോദ്യം നിറച്ചാർത്ത്. കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന കവിതാ ഭാഗത്തുള്ളത്. നമുക്ക് അവയിൽ പലതിനെയും വർണ്ണചിത്രങ്ങളാക്കാമല്ലോ. ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കൂ. ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വരികൾ സെലക്ട് ചെയ്തിട്ട് അതിനോട് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം വരയ്ക്കുക. അങ്ങനെ എല്ലാവരും ഓരോ ചിത്രം വരച്ച് അതൊക്കെ ഒരു പതിപ്പാക്കി വയ്ക്കാനാണ് പറയുന്നത്. ഏകദേശം എല്ലാ വരികൾക്കും നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ വരികൾ പ്രത്യേകിച്ച് എഴുതുന്നില്ല. അടുത്ത ചോദ്യം, ചിരി വരുന്ന വഴി. താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കല്യാണ സൗഗന്ധികം തുള്ളലിലെ കുറച്ച് വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വരികൾ ഞാനൊന്ന് വായിക്കാം. കാട്ടാളരാജനും കൂട്ടരുമൊക്കവേ, കാട്ടാളരാജനും കൂട്ടരുമൊക്കവേ, വേട്ടയ്ക്കു പോക്കുകൾ കൂട്ടി പുറപ്പെട്ടു, വേട്ടയ്ക്കു പോക്കുകൾ കൂട്ടി പുറപ്പെട്ടു, കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ, ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും, ചെമ്പരത്തിപ്പൂ കണക്ക് നേത്രങ്ങളും, അമ്പിളി പോലെ വളഞ്ഞുള്ള വല്ലുകൾ, അഞ്ജനാപർവ്വതം പോലെ ശരീരവും, ഗുഞ്ചാഫലം കൊണ്ടുപോത്തുള്ള മാലകൾ. ചെമ്പരത്തി പൂ പോലെയുള്ള നേത്രങ്ങൾ, അതായത് ചുവന്ന കണ്ണുകൾ, ചുവന്ന് കലങ്ങിയ കണ്ണുകൾ, അമ്പിളി പോലെ വളഞ്ഞ പല്ലുകൾ, അതായത് വളഞ്ഞു കൂർത്ത പല്ലുകളാണ്, രാക്ഷസന്മാരുടെ പല്ലുകളാണ്. ഭീകരനായ ഒരു രാക്ഷസനെ വർണ്ണിക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു തമാശ രൂപമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത കവിത നോക്കാം. നളചരിതത്തിൽ സന്ദേശം വഹിച്ചുകൊണ്ട് പറന്നു പോകുന്ന അരിയന്നം കണ്ട ദേശാന്തരങ്ങളിലെ കാഴ്ചകൾ വർണ്ണിക്കുന്ന ഭാഗത്താണ് ഈ വരികൾ ഉള്ളത്. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കൈയിട്ടില്ല. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ ഭക്ഷണത്തിനായിട്ട് അരി പോലും അടുപ്പത്ത് ഇട്ടിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കൈയിട്ടില്ല, ആയുധ കേട്ടുകലമ്പെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടുതിളയ്ക്കും വെള്ളമശേഷം കുട്ടികളങ്ങളുടെ തലയിലൊഴിച്ചു, കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു കൊമച്ചു, ഉരുളികളൊക്കെ ഉടച്ചു ഉരൽ വലിച്ചു കിണറ്റിൽ മറിച്ചു, ഉരുളികളൊക്കെ ഉടച്ചു ഉരൽ വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവിയെടുക്കാതിരിച്ചു അരുകല്ലം കുളത്തിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാനവനപ്പുരയുടെ ചുറ്റും വണ്ടി നടന്നു, അതുകൊണ്ട് അരിശം തീരാനവനപ്പുരയുടെ ചുറ്റും വണ്ടി നടന്നു. ഇതിൽ നമുക്ക് ചിരി വരുത്തുന്നത് ഉരല് വലിച്ച് കിണറ്റിലിട്ടതും ചിരവ കത്തിച്ചതും അതിലെ എല്ലാ പ്രവർത്തികളും ഒരു തമാശ രൂപത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പേജ് 22 ചോദ്യം, ആസ്വാദനം എഴുതാം. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത്? താളഭംഗി, വിവിധ ദൃശ്യങ്ങൾ, ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ. അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ. ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊരു വരി എഴുതാം, ആശയം എഴുതണം, ഈ കവിതയുടെ സന്ദർഭം എഴുതണം, തുള്ളൽ കവിതകളുടെ പ്രത്യേകതകൾ എഴുതാം, അതിലെ ഫലിതം, ഇഷ്ടപ്പെട്ട വരി, അക്ഷരങ്ങളുടെ ആവർത്തനം, പദങ്ങളുടെ ആവർത്തനം, ലളിതമായ ഭാഷ, സമാന ആശയമുള്ള മറ്റു കവിതകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. അടുത്ത ചോദ്യം കടങ്കഥകളുടെ ലോകം എന്നുള്ളതാണ്. വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ.
താഴെ കൊടുത്ത കടങ്കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ. കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല. അത് കത്രികയാണ് അതിന്റെ ഉത്തരം. ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായില്ലാത്തൊരു കരിവള്ളി. ചിത്രത്തിലെ കടങ്കഥകൾ കണ്ടെത്തൂ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഏതൊക്കെ കടങ്കഥകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഉള്ളത് ഇത് കണ്ടെത്താനാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നക്ഷത്രമുണ്ട്, ചന്ദ്രൻ, കാട്, രാത്രി, മിന്നാമിനുങ്ങ്, നിലാവ്, ഇരുട്ട്, മേഘം ഇതെല്ലാമുണ്ട്. ഇത് ഉത്തരമായി വരുന്ന കടങ്കഥകളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. മനുഷ്യനാദ്യം പിറന്ന വീട്, മൃഗങ്ങളാദ്യം പിറന്ന വീട്, മരങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ധാരാളം കടങ്കഥകളുണ്ട്. ഞാനിവിടെ ഒരു സാമ്പിളിന് കുറച്ച് എഴുതിയിട്ടേ ഉള്ളൂ. കടങ്കഥ എന്ന ഒരു പാഠഭാഗമാണ്. അതിൽ നമുക്ക് ചോദ്യങ്ങളൊന്നുമില്ല. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. പേജ് 32 ഏറ്റവും ആദ്യമുള്ള ഒരു ചോദ്യം നോക്കാം. മുത്തച്ഛന്റെ ഈ കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു. ഇവിടെ ക്ഷ പിടിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പ്രയോഗം ഒന്ന് വിശദീകരിക്കുക. ക്ഷ എന്ന് പറഞ്ഞാൽ വളരെ അല്ലെങ്കിൽ നല്ല എന്നീ അർത്ഥങ്ങളാണ് ഈ അക്ഷരത്തിന് ഉള്ളത്. മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെടുത്തും എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ ഇത് രണ്ടും ഒരേ പ്രയോഗമാണെങ്കിലും സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. കടങ്കഥ ഛന്തം എന്ന പ്രവർത്തനം നോക്കാം. ആന കേറാമലേലാളു കേറാമലേലായിരം കാന്താരി പൂത്തിറങ്ങി. ഉത്തരം പറയാമോ? ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം. ഈ കടങ്കഥയുടെ പ്രത്യേകതകൾ നമുക്ക് നല്ല ഈണവും താളവുമുണ്ട്. അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് വരുന്നത് കൊണ്ട് നല്ല ഈണത്തിലും താളത്തിലും വായിക്കാനും ചൊല്ലാനും പറയാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ലളിതമായ വാക്കുകളായതിനാൽ പെട്ടെന്ന് മറന്നു പോവുകയില്ല. അതോടൊപ്പം തന്നെ ഇതിനൊരു ചോദ്യമുണ്ട്, ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു വാശിയും നമുക്ക് ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെയാണ് ഇതിനുള്ളത്. വെണ്ണയെ കണ്ടോരു കണ്ണന്താലന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഇത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുള്ളതാണ്. ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കൂ. ഇവിടെ ഞാൻ കുറച്ച് കടങ്കഥകൾ ശേഖരിച്ചിട്ടുണ്ട്. കുറച്ച് പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതേപോലെ ഇനി നമുക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്ന കവിതാഭാഗങ്ങളാണ്. അതിലൊരു കടങ്കഥ ഒളിഞ്ഞിരിക്കുന്ന കവിതാഭാഗങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ദിരാ തന്നൂടെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമയിൽ പാരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ. പാലാഴി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന നീലമല പോലെയുള്ളത് ആര് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി മറ്റൊന്ന് നോക്കാം. താക്കോൽ കൊടുക്കാതെ രുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറം. അതെന്താണ്? അത് പൂവൻ കോഴിയാണ്. ചുടുന്നതില്ലി ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്തുപോലുമേ. ചുടുന്നതില്ലി ചെറുതീയതൊന്നുമേ. ഈ ചെറിയ തീ ഒന്നിനെയും ചുട്ടുകളയുന്നില്ല, അതുപോലെ മഴയത്ത് കെടുന്നുമില്ല. അത് ഉത്തരം മിന്നാമിനുങ്ങാണ്. കുരിരുട്ടിന്റെ കീടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വേടിപ്പെഴുന്നോൾ. വൈലോപ്പള്ളിയുടെ കാക്ക എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്നും എടുത്ത ഒരു 2 വരികളാണ്. ഇതിൽ സൂചിപ്പിക്കുന്ന ആ പക്ഷി ഏതാണ്? ഉത്തരം അത് കടങ്കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കടങ്കഥ പയറ്റ്. കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കൂ. മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കഥ പയറ്റ് പോലെ ക്ലാസ്സിൽ ഒരു കടങ്കഥ പയറ്റ് നടത്തൂ. ആ കടങ്കഥകൾ ശേഖരിക്കാനാണ്. കടങ്കഥകളൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് ശേഖരിക്കുന്നില്ല. കഥയിലും കടങ്കഥ. വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൽ അതിൻ്റെ ബാക്കി കൊടുത്തിട്ടുണ്ട്. 33-ാം പേജിൽ. കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട്. കണ്ടെത്തി വായിക്കൂ. ഇത് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പറയുന്ന കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് രസകരമായ ഒരു വീഡിയോ എ പ്ലസ് ഉത്തരം എന്ന ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. താല്പര്യമുള്ളവരത് കണ്ടു നോക്കുക. പറയിപ്പറ്റ പന്തിരുകുലം. കുറിപ്പ്: വിക്രമാദിത്യന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ. പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ 12 മക്കളാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത്.
ജനിക്കുമ്പോൾ തന്നെ വയറുരുചി കുട്ടികളെ ഉപേക്ഷിക്കുന്നു. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥരെ എടുത്ത് വളർത്തിയ 12 കുട്ടികളും അമാനുഷ കഴിവുകൾ ഉള്ളവരായി വളർന്നു വന്നു. മേഴത്തോളഗ്നിഹോത്രീ രജകനുളിയന്നൂർ തച്ചനും പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ വടുതലമരുവും നായർകാരയ്ക്കൽ മാതാ ചെമ്മേ കേളുപ്പു കൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴുമ്പാണനാരും നേരെ നാരായണ ഭ്രാന്തനും ഉടനകവൂർ ചാത്തനും പാക്കനാരും. ഇവരാണ് ആ 12 മക്കൾ. അവരുടെ കഥയാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന ഐതിഹ്യ കഥ. കടങ്കഥയിലെ ഭാഷ. ഇവിടെ കടങ്കഥയിലെ ഭാഷയും സാധാരണ ഭാഷയും തമ്മിൽ ഒരു പട്ടിക പോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് കടങ്കഥയുടെ ഭാഷയും അതിൻ്റെ പട്ടിക പോലെ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കുക. ചൊല്ല് വിശദീകരിച്ച കുറിപ്പെഴുതുക. പേജ് 34. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? ഇതൊന്ന് വിശദീകരിച്ച ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറയുന്നത്. ഇതിന്റെ ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. ചിരിച്ചു ചിരിച്ച് കഥ വായിച്ചല്ലോ. നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? പറയൂ. ഉത്തരം: ചിരിപ്പിച്ച സന്ദർഭങ്ങൾ: ബഷീറിനെ അടിക്കാനുള്ള വടിയെക്കുറിച്ചുള്ള വിവരണം, ബെമ്പൻ, ചെണുക്കി തുടങ്ങിയ പ്രയോഗങ്ങൾ, കേട്ടോടി പാവപ്പെട്ട നീർക്കോലി കുഞ്ഞ് നീർനാഗം എന്ന വാക്യത്തിലുള്ള പരിഹാസം, കുസൃതി പതിപ്പ്. ഇത് കുസൃതി അനുഭവം. നമ്മളൊരു ആത്മകഥാക്കുറിപ്പ് മോഡലിൽ എഴുതാനാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ഞാൻ ഇവിടെ ഒരു 4 സന്ദർഭങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു ചെറിയ ആത്മകഥാക്കുറിപ്പ് പോലെ എഴുതാവുന്നതാണ്. ബഷീർ കഥാപാത്ര പരിചയം. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ വാപ്പ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ വാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതുക. ഇവിടെ ബഷീറിന്റെ വാപ്പയുടെ ആ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുണ്ട്. ഇത് വിശദീകരിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് എഴുതണം. ഈ വിവരണങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ഖണ്ഡികയായിട്ട് നമ്മൾ ഉത്തരം എഴുതാനാണ് നമുക്ക്. മിനി വലിയ ലോകം. ബഷീറിന്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും എടുത്തു വായിക്കൂ. അവയിലെ രസകരമായ സംഭവങ്ങളും ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ രസകരമായ കഥകൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കൂ. ബഷീറിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബഷീറിന്റെ കഥാപാത്രമായ മുച്ചീട്ട് കളിക്കാരന്റെ മകളിലെ സൈനബ എന്ന രസകരമായ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട നമുക്കുള്ള പ്രവർത്തനങ്ങൾ. ഇനി മറ്റൊന്ന്, ബഷീർ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ ചോദിക്കും പരീക്ഷയ്ക്ക്. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. കുഞ്ചൻ നമ്പർ ജീവചരിത്രക്കുറിപ്പാണ്. ഇതുമൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.